ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പി വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാവാൻ കാത്തിക്കണ്ട, നന്നായി ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ചട്ടി പൊട്ടൂല. അതൊരു ടെക്നിക്കാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഏതാണേലും ഉപയോഗിക്കാം. പിന്നെ ഒരു 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്, നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ട് വഴണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു മഴയും പെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് ഇളക്കി ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അഞ്ചാറ് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ചിക്കൻ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി കനം കുറഞ്ഞരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-8 എണ്ണം നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഇനി 2 ചെറിയ തക്കാളി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കനിലേക്കുള്ള മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കടല. വെള്ളക്കടലയാണ്. ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ കടല വേവിച്ച വെള്ളമുണ്ട്. നമ്മളെ ചിക്കൻ ഒന്ന് നമുക്ക് വെന്തോന്ന് നോക്കാം. വേവൊക്കെ ചെയ്തിരുന്നു. പിന്നെ തക്കാളി അരച്ചതൊക്കെ ചേർത്തിട്ട് ചെറിയ തീയിലല്ലേ വേവിച്ചെടുത്തത്. അപ്പോൾ ആ ചിക്കനിലുള്ള തക്കാളിയിലുള്ളതൊക്കെ ആയിട്ടുള്ള വെള്ളമാണ് ഗ്രേവി ആയിട്ട് ഇത്ര ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഇങ്ങനെ കുറച്ചൊരു വെള്ളം വറ്റി ചെറിയ രീതിയിലൊരു ഗ്രേവി പരുവാകുന്നത് വരെ പിന്നെ വറ്റിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചല്ലോ. ഇനി ഒന്ന് തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരണമല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാൽ ഒത്തിരി നേരം കാത്തിക്കണം. അപ്പോൾ അത്രയൊന്നും വേണ്ട, ഒന്ന് കൂട്ടി കൊടുക്കുക. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ മഴക്കാറ് നല്ലോണം മൂടി വരുന്നുണ്ട്. അപ്പോൾ മഴ വരികയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ പാളും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് അതിലെ വെള്ളം നല്ല വറ്റി ഗ്രേവി പരുവായാൽ കുറച്ച് പച്ചമുളക് കീറിയിടുക, ഒരു കഷ്ണം ഇഞ്ചി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുക.
അതുമായിട്ടൊരു കത്തി എടുത്തിട്ട് കത്തി അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. മഴ കാണുന്നുണ്ട് മോളെ. ആയി വരുന്നുണ്ട്, നല്ല മഴ. ഇപ്പം നമ്മളെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി പരിവായിട്ടുണ്ട്. ചിക്കനും നല്ല വെന്തു. അപ്പോൾ നമ്മളെ ചിക്കൻ ചോലെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു മിനുക്ക് പണി എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ഇഞ്ചി കുറഞ്ഞത് പിന്നെ 2-3 പച്ചമുളക് നടുകീറിയിട്ടുണ്ട്, നടുകീറാത്തതുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇരിക്കട്ടെ. എന്താ മണം, നല്ല അടിപൊളി സാധനം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടി ഇതിൻ്റെ മുകളിലേക്കൊന്ന്, ടേബിളിൻ്റെ മുകളിലേക്കൊന്ന് എടുത്ത് വെക്കണം. അടി നല്ല കരി ആയതുകൊണ്ട് ഞാനൊരു ചിരട്ട കൊണ്ടൊരു ചെറിയ അടുപ്പ് പോലെ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നും പറയാനില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ചിക്കനും കടലയും നല്ല ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പം എല്ലാവരും വേഗം ഉണ്ടാക്കി നോക്കി. വായിലിട്ടിട്ടേ ഒന്നും പറയാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കറി ചോറിലേക്ക് മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, നല്ല വൈറ്റ് റൈസ്, ഇതിലേക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.